അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇപ്പോഴും മണ്ണിനടിയിലാണ്. പലരും ഏകദേശം 300ഓളം ജീവനുകളാണ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞത് മണ്ണിൽ നിന്നും. വല്ലാത്ത ദയനീയമെന്ന് പറഞ്ഞാൽ അതിദയനീയമായ കാഴ്ചകളും അവസ്ഥകളും, കണ്ണുനീരുകളും, ബാപ്പ നഷ്ടപ്പെട്ടവർ, ഉമ്മ നഷ്ടപ്പെട്ടവർ, ചിലരുടെയൊക്കെ കുടുംബം പോലും ഒലിച്ചുപോയി, ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിലൊക്കെ വല്ലാതെ ദുരന്തമുഖമായി ആ സ്ഥലങ്ങളൊക്കെ മാറുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാം എത്തിക്കുന്നവരുണ്ട്. ആഹാരങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. കേരളം മുഴുവനും ആ ഒരു നാടിനെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തെയും ചൂരമലയുമൊക്കെ വല്ലാതെ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും നമ്മൾ ഒരു ജനപ്രതി എന്ന് പറയുന്നത്, നല്ലൊരു ജനനേതാവെന്ന് പറയുന്നത്, നമുക്കൊരു ദുഃഖം വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാടിൻ്റെ മുൻ MP ആയിരുന്നു. ഇപ്പോഴും തിരഞ്ഞെടുത്ത MP ആണ്. താൽക്കാലികമായി ഒഴിഞ്ഞു മാറിയെങ്കിലും ഇപ്പോൾ MP ആണ്. ഇപ്പോൾ ഏതായാലും തൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, തന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരെ കാണാൻ, അവരാണല്ലോ ഇതിനകത്തൊക്കെ ഒലിച്ചുപോയത് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ അവിടുത്തെ MP അല്ല നമുക്കറിയാം. അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം കടന്നു വന്നു എന്ന് മാത്രമല്ല, അവിടെ വന്നിട്ട് വല്ലാതെ ദുഃഖത്തിൽ പങ്കുചേരുകയും വല്ലാത്ത കണ്ണുനീരോടുകൂടി പറയുകയും ചെയ്ത വാക്കുകൾ നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു യഥാർത്ഥ ജനനായകൻ, യഥാർത്ഥ ഒരു നേതാവെന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം. കാരണം വിഷമിച്ചും വേദനിച്ചും പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ ആ പ്രയാസത്തിൻ്റെ നടുവിൽ ഇരുൾ മൂടി കിടക്കുന്നൊരു അന്തരീക്ഷമാണ് അവിടെ ഹൃദയം മുഴുവനും. ആ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമാകും. അങ്ങനെ നല്ല വാക്ക് കൊടുത്ത, അങ്ങനെ നല്ല സമാധാനത്തിൻ്റെ വാക്കുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് സമാധാനമാകില്ല. കാരണം നഷ്ടപ്പെട്ടു പോയത് വളരെ വലുതാണ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയതാണ്. ആർക്കും പകരക്കാരനുമാകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുന്നിൽ പറഞ്ഞ വാക്കുകൾ, ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് പ്രശംസിച്ചാലും മതി വരാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. It's a terrible tragedy for Wayanad, for Kerala and for the nation. We've come here to see the situation. It's quite a painful experience to see how many people have lost family members, lost houses. It's very difficult to speak to people in these circumstances because really you don't know what to say to them, you know. So it's been quite a difficult day for me, but we are going to try and help make sure that the survivors get what is their due. A lot of them want to be relocated, so I hope the government takes that into account. There is still a lot of work to be done here, but it's a huge tragedy. I'd like to thank all the people who are working here, the doctors, the nurses, the administration, volunteers. I'm very proud of everyone who's working here, but it's very whole country to help everybody who is going through this. And I think that at times like this, all of us should just do everything that we can to support our countrymen and those who are suffering. There's been a big tragedy in Himachal as well today. I think perhaps over 40 people have passed away there as well in a very similar situation. So our condolences and wishes for them also to get over this tragedy as best they can, and all our support and help to everybody. And I just have no words actually. Ma'am, there are so many kids. Excuse me. There are so many kids who lost their whole family. Do you have anything in mind for them? So our state governments have also offered help. We are helping from here, and of course the administration here is also doing all they can.
And when we're here tomorrow, we are thinking of sitting down and എത്ര കണ്ണ് നിറയിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. സമാധാനം കൊടുക്കാൻ ഒരു നല്ല വാക്കെങ്കിലും മതി. കാരണം അത്രമേൽ പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയപ്പെട്ട സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും കടന്നു വരവ് അവർക്കൊരു പക്ഷേ വല്ലാത്തൊരു ആശ്വാസമായിട്ടുണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും അവരെ ചേർത്ത് പിടിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും ചെറുതായിട്ടുള്ള കാര്യങ്ങളല്ല. അവർക്ക് വീട് നഷ്ടപ്പെട്ടു പോകുന്നത് പോകട്ടെ, അവരുടെ ഉറ്റവരും ഉടയവരുമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. ചിലരൊക്കെ പടച്ചവനെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കാരണം ചില കുഞ്ഞുങ്ങളൊക്കെ വാപ്പമാരും ഉമ്മമാരും കുടുംബ സഹോദരിമാരും മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയി ഏകനായി മാറിയ അവസ്ഥയൊക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നൊരവസ്ഥയാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത് അരിയായിക്കൊള്ളട്ടെ, വസ്ത്രമായിക്കൊള്ളട്ടെ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് പഴയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ തന്നിടണമെന്ന്. ഒരിക്കലും അവർക്ക് പഴയ വസ്ത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പുതിയ വസ്ത്രം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകല്ല. നമ്മൾ ധരിച്ച വസ്ത്രവും ഇടാൻ അവർ അർഹരല്ല. നമ്മൾ പുതിയ വസ്ത്രം മേടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാടുകളിൽ നിന്നുണ്ടാക്കിയിട്ട് അവിടേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സർക്കാർ അതിനു വേണ്ടിയുള്ള ദുരിതാശ്വാസ ക്യാമ്പും കാര്യങ്ങൾ തുറന്നിട്ടുണ്ട്, അവിടേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് മാറുക, സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കുക. ഏതായാലും നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അവരിട്ടിരിക്കുന്ന വസ്ത്രം മാത്രമാണ് സ്വന്തമെന്ന് പറയാൻ അവിടെ ഉള്ളത്. ബാക്കി എല്ലാം മണ്ണിനടിയിൽ എല്ലാം ജീവശവമായി നഷ്ടപ്പെട്ടു പോയി സഹോദരങ്ങളെ. അതോടൊപ്പം 300-ലധികം ആളുകൾ മരണപ്പെട്ടു. ഇനിയും കണ്ടെത്താൻ അത്രത്തോളം അധികം ആളുകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സിൽ വിഷമവും ദുഃഖവുമൊക്കെ തോന്നുന്നുണ്ട്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. എത്രയും പെട്ടെന്ന് കണ്ടെത്താനും അല്ലാഹുവേ പടച്ചവനെ നീ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇതുപോലത്തെ മഹാദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ സംരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ ദുആയിൽ അവരെയും കൂടെ ഓർക്കുക. പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.